നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന, നിങ്ങളെ വിട്ടുപോകുന്ന എനർജികളെ എല്ലാം കണക്റ്റ് ചെയ്താണ് എടുക്കുന്ന റീഡിങ്സ് ആണ്. യൂണിവേഴ്സൽ മെസ്സേജ് കൂടാതെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഫിനാൻസിനെ സംബന്ധിച്ചാണെങ്കിലും, കരിയർ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് മറുപടി നൽകാൻ സാധിക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെ നിങ്ങൾ ഈ റീഡിങ്സിനെ കാണണം. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ബന്ധങ്ങളിലാണെങ്കിലും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലാണെങ്കിലും, കരിയർ പാതയിലാണെങ്കിലും, ഏത് അവസ്ഥയിലൂടെ വേണം, ഹെൽത്ത് പരമായിട്ടാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഏത് അവസ്ഥയിലൂടെ കടന്നു പോകണമെന്നാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുന്ന അഫർമേഷൻസുകൾ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി എഴുതുന്നുവോ അത് നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. റൈറ്റ് ഹീലിംഗ് ചെയ്യാനും മറക്കരുത്. കാരണം നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് എനർജികളെ പുറത്ത് കളയാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു മെഡിസിനാണ് റൈറ്റ് ഹീലിംഗ്. ശത്രുത, പെയിൻ എനർജികൾ, നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളെയും പുറത്ത് കളഞ്ഞ് ശുദ്ധീകരിച്ചാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ സാധ്യമാകുകയുള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും അകൽച്ചയും വൈരാഗ്യവും സങ്കടവും ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റിംഗ് ആവുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. നിങ്ങൾക്ക് പലതും ആഗ്രഹിക്കാനും നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സ്കിൽസിനെ നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും. അതേസമയം മനസ്സിലെപ്പോഴും നിങ്ങൾ ഒരു നെഗറ്റീവ് ആകുന്ന അവസ്ഥയിലൂടെ, ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്ങിലൂടെ, നമുക്ക് വേണ്ടാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് മാനിഫെസ്റ്റിംഗ് ആവുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നടക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ പുരോഗതിയെക്കുറിച്ചും സക്സസ്സിനെക്കുറിച്ചും ഹാപ്പിനെസ്സിനെക്കുറിച്ചും മാത്രം നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. ബാക്കിയെല്ലാം പൊയ്ക്കോട്ടെ. കാരണം ഈ ഡിപ്രഷൻ എനർജി, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ്. വരാൻ പോകുന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആരും ഓവർ തിങ്കിങ് ചെയ്യില്ല. നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയ, നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത, ക്ലാരിറ്റി വരുത്താൻ പറ്റാത്ത, ഒരിക്കലും തിരിച്ച് ചെന്ന് ഒരു കാര്യങ്ങളെയും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയതാണ്. അതിനെ നമുക്കിനി ഒരു പാഠമാക്കിയിട്ട്, ഒരു ലെസണായിട്ട് കാണാമെന്നതിനപ്പുറത്തേക്ക് നമുക്കതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ചിന്തകളെ റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഡിപ്രഷനും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കവും സ്ട്രെസ് എനർജിയൊക്കെ നൽകുന്നുവെങ്കിൽ നിങ്ങളെ ഹെൽത്ത് പരമായിട്ട് അത് തകർത്ത് കളയും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രോഗാവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് പ്രസൻസ് നിന്നാൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ റൈറ്റ് ഹീലിംഗ് ചെയ്ത് കളയുക. പ്ലസ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ, നമുക്ക് ആവശ്യമുള്ളവരൊക്കെ മതി. നമുക്കിപ്പം നമ്മളെ ദ്രോഹിച്ചവരെയും ചതിച്ചവരെയും ഒന്നും തിരിച്ചു കൊണ്ടുവന്ന് നമുക്കൊപ്പം നിർത്താനൊന്നും സാധിക്കില്ല. അവരെ നമ്മൾ എന്ത് ചെയ്യുക? ഫൊർഗീവനസ് കൊടുക്കുക. അവർക്കൊക്കെ ഫൊർഗീവനസ് കൊടുക്കുക. നമ്മളിലേക്ക് ഇനി വരുന്ന ബന്ധങ്ങളെ മാത്രം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. അവിടെ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ കൊടുക്കണ്ട. നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് എക്സ്പെക്റ്റേഷനാണ്, പ്രതീക്ഷിക്കുന്നതാണ്. നമ്മളൊരു പ്രതീക്ഷ അർപ്പിച്ചു തുടങ്ങിയാൽ, നമ്മളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് പിന്നെ ആരിലും എക്സ്പെക്റ്റേഷനും, അവരത് ചെയ്ത് തന്നില്ലല്ലോ, അച്ഛൻ ഇത് ചെയ്ത് തന്നില്ലല്ലോ, ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞില്ലല്ലോ, വൈഫിൽ നിന്ന് ഇന്ന പോലെ ഒരു പ്രസൻസ് ഉണ്ടായില്ലല്ലോ, മക്കൾ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തില്ലല്ലോ, ഒരിക്കലും ഇല്ല കേട്ടോ. അതൊക്കെ ഒരു ഇൻഡിവിജ്വലാണ്. അവരവരുടേതാകുന്ന വ്യക്തിത്വങ്ങളും അവരുടെ ചിന്തകളുമായിട്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ഇന്ന കാര്യം ചെയ്ത് കിട്ടിയില്ലല്ലോ
എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഫോക്കസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ ക്ലിയർ ആവണം കേട്ടോ. എന്നാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷനും അഫർമേഷൻസൊക്കെ നമുക്ക് ഫലപ്രദമാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ സമയം, മുന്നോട്ടേക്കുള്ള ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ബ്ലോക്കേജുകൾ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ സമയത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ ക്ലാരിറ്റി വരുത്തി മുന്നോട്ടേക്ക് പോകുക. അതായത് മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയാണ്, അതൊക്കെ നിങ്ങളൊന്ന് ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകാൻ ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. സാമ്പത്തിക കൈകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ഒരു ഗൈഡൻസ് തേടുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അവിടെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് പതറിപ്പോകുന്നതും തളർന്നു പോകുന്നതും നമ്മളുടേതാകുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ നമുക്ക് മറികടക്കാൻ പറ്റാതെ പോകുന്നത്, നമ്മൾ പെട്ടെന്ന് പകച്ചു പോകുന്നതൊക്കെ സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്താനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ലഭിക്കും. പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക. വരാഹി ദേവിയുടെ മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കേട്ടോ. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. മണി അഫർമേഷൻസ് ഒന്നും ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ. അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. നമുക്കതൊക്കെ ഇപ്പോഴത്തെ ഇങ്ങനെയൊക്കെയുള്ളൊരു മാർഗ്ഗങ്ങളിലൂടെ നമുക്കതൊക്കെ കയ്യിൽ വന്ന് ചേരുന്നല്ലോ എന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും മാറ്റം വരും. ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വരുന്നതായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഇനിയും മാറ്റം വരുന്നില്ല എന്നുള്ളവർ ആ ഒരു ചിന്ത കളഞ്ഞിട്ട് പ്രതീക്ഷ കൊടുക്കുക കേട്ടോ ജീവിതത്തിന്. എംപറർ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വളരെയധികം കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണണം. എല്ലാം തമാശയായിട്ടും നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല എന്നുള്ളൊരു എനർജിയാണ് വന്നിരിക്കുന്നത്. എന്ത് കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കണം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിന്ന് തീരുമാനിക്കുന്നുണ്ട്, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടൊരു മധ്യസ്ഥത നിൽക്കുന്നുണ്ടെങ്കിൽ, എല്ലാം ഒരു ജാമ്യം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പോകുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും തീരുമാനിക്കണം. അത് വളരെയധികം ആലോചിച്ച് വ്യക്തതയോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയരുതെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വളരെയധികം ശ്രദ്ധയും വ്യക്തതയും ഉണ്ടാകണം. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും വളരെയധികം ദൃഢതയും അതുപോലെ തന്നെ മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന എന്ത് കാര്യത്തിലായാലും നിങ്ങൾ വളരെ ശ്രദ്ധ നൽകിയിരിക്കണം എന്നുള്ള എനർജിയാണ് കാണുന്നത്. അതായത് കുട്ടിക്കളിയും എല്ലാത്തിനെയും തമാശയായിട്ടൊക്കെ കണ്ട് കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ ആവരുത്. നല്ല രീതിയിലൊരു ഉയർന്ന വ്യക്തിത്വം, അതായത് ഒരു കാർന്നവരുടെ എനർജി, നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സൻ്റെ എനർജി പോലെ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. വെല്ലുവിളികളെ അതിജീവിക്കേണ്ട ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ ചില ഹാർട്ട് ബ്രോക്കണുകൾ, പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിൽ നിന്ന് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഇന്ന് ചെറിയ രീതിയിലൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ മറികടക്കണം. അതിനൊരു മെച്യൂരിറ്റിയോടുകൂടി പക്വതയാർന്ന മനസ്സോടുകൂടി കാണണമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് കൺഫ്യൂഷനൊക്കെ ഫീൽ ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. ഒരു പക്ഷേ ആരെങ്കിലുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയും ഒരു പക്ഷേ ഒരു ഇമോഷണൽ ചീറ്റിംഗ് ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഏർപ്പെടുന്ന ഏത് കാര്യത്തിലാണെങ്കിലും ഒന്നും കൂടി ആലോചിച്ച് ആക്ഷൻ എടുക്കുക. എന്ത് ആക്ഷൻ എടുത്താലും അത് വളരെ മെച്യൂരിറ്റിയോട് കൂടി ആയിരിക്കണം ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഇന്നൊരു പ്രൗഡാകുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുക, ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു സഭയിലൊരു നേതൃസ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കണ്ണ് കെട്ടിക്കളയുന്ന മായാവലയത്തിൽപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ, ചില ഓപ്പർച്യൂണിറ്റീസുകൾ ജീവിതത്തിലേക്ക് അത് പല രൂപത്തിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവിടെ എല്ലാം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വ്യക്തവും കൃത്യവും പക്വതയാർന്നതുമായിരിക്കുക എന്നുള്ളൊരു എനർജിയാണ് നമുക്കൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിൽ ഇന്ന് ഇടപെടുമ്പോഴും അവിടെ ഒരു പക്വത, അതായത് ഒരു നല്ലൊരു ഏജ്ഡായ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലേക്ക് മാറണമെന്നാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് ക്ഷമിച്ച് കളയും, വിട്ടുകളയും. അതുപോലെ തന്നെ എപ്പോഴും മെച്യൂരിറ്റിയോടുകൂടി ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് പോകുകയും ചെയ്യുന്ന എനർജി ആയിട്ടാണ് ഇന്ന് നിൽക്കേണ്ടത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വരുന്നുണ്ട് കേട്ടോ.
ലൈഫിൽ ചില കാര്യങ്ങൾ, നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ഫൈറ്റിംഗ് ചെയ്തിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരു എന്താ പറയുക, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ ഒരു പക്ഷേ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളെയൊക്കെ ഇന്ന് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരിക്കലും ഇനി കാണില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഓർമ്മിക്കുക പോലും വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു വസന്തം പോലെ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് അത്ര സന്തോഷം ഫീൽ ചെയ്യുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റപ്പ് എനർജി ഇന്നത്തെ ദിവസം ചില ആളുകളുടെ എനർജിയിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ട് എനർജിയാണ് വരുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിലെ ഒരു എന്താ പറയുക, ബേസിക്കലി നിങ്ങളുടെ ഒരു കുടുംബ ജീവിതത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ആവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തുടക്ക കാലഘട്ടത്തിലുള്ള ചില ബന്ധങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു ഇമോഷണൽ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. ഒരു പക്ഷേ അത് നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ഒരു സിറ്റുവേഷൻസ് ആവാം. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരുന്ന, നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിപ്രഷൻ, ആൻസൈറ്റിയിലേക്കൊക്കെ നിങ്ങളെ എത്തിച്ച, ഒരു പക്ഷേ നിങ്ങൾ ഭയത്തോടു കൂടി ചിന്തിക്കുകയും അതുപോലെ തന്നെ ഭയത്തോടു കൂടി നേരിടുകയും ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആവാം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അതൊരു കർമ്മ എൻഡിങ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക്, അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച മെൻ്റൽ സ്ട്രഗിളിങ്ങിന് ഒരു അവസാനം കുറിക്കുന്നു. അതായത് ഒരു കർമ്മ എൻഡിങ് നടക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജി ബേസ് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് ആരൊക്കെ വന്നു ചേർന്നാലും, ഓർമ്മയിലുള്ള ഏത് ബന്ധങ്ങൾ റീയൂണിയൻ പോലെ വന്നു ചേർന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിലെ ബാഡ് കർമ്മയുടെ ഒരു ഘട്ടം അവസാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവസാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചോളുക കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ വേറെ പ്രതിസന്ധികളൊന്നുമില്ലാതെ നോ കോണ്ടാക്റ്റിലേക്ക് പോയ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ കണക്റ്റ് ചെയ്ത് ഇന്ന് നിങ്ങളിലേക്ക് റീയൂണിയൻ കണക്റ്റ് ചെയ്ത് വരുന്ന പേഴ്സൻ്റെ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കർമ്മ അവസാനിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു സ്ട്രെസ് എനർജി, ആ ഒരു സ്ട്രഗിളിങ് എനർജി അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് കുറച്ച് ആളുകൾക്ക് ഇംബാലൻസിങ് എനർജി വരുന്നുണ്ട്. അതായത് കുറച്ചൊക്കെ ഓവർ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കുന്നവർ, ഓവറായിട്ട് ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്ന ക്യാരക്ടർ ഉള്ളവർ, അതായത് ഇമോഷൻസ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ അറിയാതെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി തെറ്റാണെങ്കിൽ ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ഇംബാലൻസിങ് എനർജി ഇന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് അർഹതയുള്ളത് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ നമുക്കൊരു സമയമുണ്ട്. അത് നമ്മളിലേക്ക് വരുമ്പോൾ അത് എത്ര നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി, തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിക്കും നമ്മളിലേക്ക് വരുന്നതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്ന് മനസ്സിലാക്കുക. അപ്പം ഇമോഷണൽ, അതായത് സ്നേഹം പ്രകടിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഇനി മുന്നോട്ടേക്കൊന്ന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൂടെ ഉള്ളവരെ ഒന്ന് പരിഗണിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ അങ്ങനെ അല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞാലും നിങ്ങളിലുള്ള ആ ഒരു ക്യാരക്ടർ എനർജിയിൽ ആ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ചെറിയൊരു ഈഗോ നിങ്ങൾക്കൊരു നഷ്ടത്തിലേക്ക്, നിങ്ങൾക്ക് വേണ്ട ഒരു സിറ്റുവേഷൻസ് മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അർഹതയുള്ളത് മറ്റൊരിടത്തേക്ക് പോകാതെ നിങ്ങളിൽ തന്നെ നിലനിർത്തണമെങ്കിൽ നിങ്ങളിൽ മാറ്റം വരുത്തണം. നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയെയും നിങ്ങൾ എടുത്തു മാറ്റിക്കളയുക കേട്ടോ. ഏസ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. ഒരു സാമ്പത്തികപരമായിട്ടുള്ളൊരു അബണ്ടൻസ് ഫാമിലി ലൈഫിൽ നിങ്ങളെടുത്ത എഫോർട്ടിന്, നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഒരു ആഘോഷത്തിൻ്റെ സമയം, ഒരു ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു വിജയത്തിൻ്റെ സമയമായിട്ടാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ പ്രതീക്ഷിക്കാതെയോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നതോ ആയ ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ സന്തോഷം നിലനിർത്താൻ പാകത്തിന് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്.
ചാരിയറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. ട്രാവലിംഗ് ഒക്കെ സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികൾക്ക്, കാലതാമസമായിട്ടൊക്കെ നിന്ന വ്യക്തികളെ സംബന്ധിച്ച്, ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലിയിലേക്ക്, കുടുംബക്കാരുടെ അടുത്തേക്ക് ഒരു ട്രാവലിംഗ് പ്രസൻസ് വരുന്നുണ്ട്. അതായത് വിദേശത്തു നിന്നൊക്കെ സ്വദേശത്തേക്ക് വരുന്നതാവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ട്രാവലിംഗ് പ്രസൻസ്, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു ലൈഫ് ലോങ് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാവലിംഗ് എനർജി ചിലരിൽ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് യാത്രാ തടസ്സത്തിൽ നിന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നു മുതൽ ആ ഒരു ടൈം മാറി കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്ന് ചിലരൊക്കെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കാണണം, എടുത്തുചാട്ടമുണ്ട്, അതുപോലെ നല്ലതും ചീത്തയും തിരിച്ചറിയാതെ റിജക്റ്റ് ചെയ്യുന്ന, അതായത് എന്ത് വന്നാലും നോ എന്ന് പറയുന്നൊരു ക്യാരക്ടറൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ തള്ളിക്കളയരുത്. തീർച്ചയായിട്ടും ഇന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. മനസ്സിനെ മാത്രമല്ല, ഇമോഷണലി ചിന്തിക്കുന്നത് മാറ്റി നിങ്ങൾ ബ്രെയിൻ, അതായത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ഇന്ന് കാര്യങ്ങൾ കാണുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൾക്കൊരു പ്രകാശം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. എല്ലാം ഇമോഷണലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാജയമാണ് വരികയുള്ളൂ. ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഇരിക്കാൻ പോകുന്ന വ്യക്തികൾ, അതുപോലെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്ന് ആ ഒരു പൊസിഷനിലേക്ക്, നിങ്ങളിലൊരു ചേഞ്ചിങ് വരണമെങ്കിൽ, അബണ്ടൻസ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക എന്നാണ് നമുക്കിവിടെ കാണുന്ന എനർജി. 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. റിയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇന്ന് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുക, ഓവറായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരുന്നെങ്കിൽ, ഒരു വ്യക്തി മാത്രമാണ് ഇതിനകത്ത് കൂടുതൽ പൂർണ്ണതയോടുകൂടി നിന്നിരുന്നതെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ഇന്നൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടു കൂടി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഫീൽ ചെയ്യുന്നത് പോലെ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്നാണ് നമുക്ക് എനർജി കാണിച്ച് തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഇന്ന് തുടക്കം കുറിക്കാം കേട്ടോ. നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. പുതിയ കാര്യങ്ങൾ, എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ ഹെൽത്ത് പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള ചൈൽഡ്ഹുഡ് കാലം മുതൽക്കുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിനു വേണ്ട ചില കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കിട്ടും. മാർഗം തെളിഞ്ഞു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. മാർഗം തെളിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല, പ്രയത്നിക്കുക, ആക്ഷൻ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ആക്ഷൻ എടുക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ ശത്രുദോഷം, ബ്ലാക്ക് മാജിക് പ്രസൻസ് നിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയിലൊക്കെ നിൽക്കുന്നവർക്കാണ് കേട്ടോ ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്, ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയിൽ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് പ്രസൻസുകൾ നമുക്ക് പുറത്ത് കടക്കാനുള്ള മാർഗ്ഗമാണ് മെഡിറ്റേഷൻ. ശക്തമായി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ശക്തമായിട്ടൊരു സമർപ്പണത്തോടു കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പുറത്ത് കടക്കാനുള്ള മാർഗം കേട്ടോ. അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ട് കുറച്ച് കാശ് കൊടുത്ത് എന്തെങ്കിലും ചെയ്യിക്കുന്നതിലല്ല കാര്യം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങളുടെ ശത്രുഭാവത്തുള്ളവരാണെന്നും, നിങ്ങളുടെ സക്സസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ബ്ലോക്കാക്കുന്ന തരത്തിലുള്ള ചില പ്രസൻസുകൾ നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഏത് സിറ്റുവേഷൻസിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു നെഗറ്റിവിറ്റി വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഒരു സക്സസ്സിനെ ചീറ്റിംഗ് ചെയ്ത ചില സാഹചര്യങ്ങൾ, നിങ്ങൾ വിജയിച്ചു വന്നിടത്ത് നിങ്ങളെ ബ്ലോക്കാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും എല്ലാം വീണ്ടും തിരിച്ച് കരകയറാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം കേട്ടോ. നിങ്ങൾക്കതിനു വേണ്ട മാർഗങ്ങൾ, നിങ്ങൾക്കതിനു വേണ്ട ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കും. പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ദിവസമാണിന്ന്.
നമ്മൾ പാസ്റ്റിനെ മറന്ന് കളയണമെന്ന് പറയുമ്പോഴും പാസ്റ്റ് നമ്മുടെ ഒരു ലെസണാണ്, നമ്മുടെ ഒരു പാഠമാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രമാണ് മുന്നോട്ടേക്കുള്ള യാത്രയിലെ തടസ്സങ്ങളെ, മുള്ളുകൾ നിറഞ്ഞ വഴികളെ മറികടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങളുടെ ജീവിത എക്സ്പീരിയൻസുകളൊന്ന് പുനർവിചിന്തനം ചെയ്യുക കേട്ടോ. അതുപോലെ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇനി മുന്നോട്ടേക്ക് ഉള്ള നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ കുറിച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആസ്ക് യുവർ ഏഞ്ചൽസ്, ദൈവിക ശക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത്. യു ആർ റെഡി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഫൈറ്റിങ്ങിന്, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് ഡിലേ തോന്നിക്കുന്ന, നിങ്ങൾക്കെല്ലാം ബ്ലോക്കിംഗ് ആയിട്ട് കാലതാമസം തോന്നുന്നു എങ്കിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാമെന്നാണ് ഏഞ്ചൽസ് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എന്താ വരാൻ പോകുന്നതെന്ന് ചിന്തിച്ച് നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ മുന്നോട്ടേക്ക് ചുവട് വെച്ച് പോകുക, നിങ്ങൾ റെഡി ആവുക എന്നതാണ് ഇവിടെ കാണുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നു. ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചറിലെ ചില പ്ലാനുകൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ മുന്നിൽ 2 സിറ്റുവേഷൻസുകൾ ഒരു പക്ഷേ ഉണ്ടെങ്കിൽ അതിലേതാണ് നല്ലത് ഏതാണ് മോശമെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷന്, നിങ്ങളുടെ മനസ്സ് നൽകുന്ന ഗൈഡൻസിന് പ്രാധാന്യം കൊടുക്കുക കേട്ടോ. ലെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് ഒരു കാർമിക് സിറ്റുവേഷൻസിൽ, അതായത് ഒരു വേദനയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പെട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു, ചീറ്റിംഗ് ചെയ്യപ്പെടുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഓപ്പോസിറ്റായിട്ട് ഏതെങ്കിലും ബന്ധങ്ങളിലോ ഏതെങ്കിലും സിറ്റുവേഷൻസുകളിലോ ഒക്കെ നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തു പോകുന്നു, നിങ്ങൾക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ, സ്ട്രെസ് എനർജി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ കറൻറ്റിലി ഇപ്പം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. അവിടുത്തെ വലുതും ചെറുതും വലുപ്പവും ചെറുപ്പവും വരാൻ പോകുന്നതൊന്നും ചിന്തിക്കണ്ട. ലെറ്റ് ഗോ ചെയ്യുക. അവിടെ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക കേട്ടോ. സമാധാനമില്ലാത്ത ഒരു സ്ഥലത്തും അംഗീകരിക്കാത്ത ഒരിടത്തും ഒരിക്കലും നിങ്ങൾ പോയി നിലനിൽക്കരുത്. സെക്കൻഡിൽ അവിടെ നിന്നും നിങ്ങൾ പുറത്ത് കടന്നിരിക്കണം. നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തവർ, നമ്മൾക്കൊരു വാല്യൂ നൽകാത്തവർ, നമ്മളെ ഒരിക്കലും നമുക്ക് അനുയോജ്യമല്ല, നമുക്കൊരു സമാധാനമില്ലാത്തിടം, അതിന് എത്ര വലിയ സ്വർഗതുല്യമാകുന്ന ഇടമായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും എന്ന് തോന്നുന്നിടത്ത് ഇനി എന്ത് കിട്ടിയാലും, സ്വർണം കായ്ക്കുന്ന മരങ്ങൾ നൽകാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അവിടെ നിൽക്കരുത്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടത് ഇമോഷണൽ ഹാപ്പിനെസ്സാണ്, സമാധാനമാണെന്ന് മനസ്സിലാക്കുക.